മാതാമൃതാനന്ദമായിട്ട് എടുത്തെത്തിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. നമ്മൾ വീട്ടിൽ വലിയ മൈൻഡില്ലാതിരിക്കുന്ന നമ്മുടെ വാഴപ്പഴത്തിനും കപ്ലങ്ങയ്ക്കും പേരയ്ക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒടുക്കത്തെ ഡിമാൻഡ്. എനിക്ക് പ്രത്യേകിച്ച് അതങ്ങ് ഫീൽ ചെയ്തത് പഴം പുഴുങ്ങിയതിനാണ്. കാരണം നമ്മൾ തുടക്കത്തിൽ മേടിച്ച് തുടങ്ങിയപ്പോൾ ഒരു പഴം പുഴുങ്ങിയതിന് 10 രൂപ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് 15ആയി. അപ്പോൾ ഒരു പഴം പുഴുങ്ങിയതിന് 15 രൂപ കൊടുക്കുക എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമല്ലേ. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു ചങ്ങാതിനെ കണ്ടുപിടിച്ചത്. പക്ഷേ ഈ ചങ്ങാതി സംഭവം കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം നമുക്ക് കുറേ കാര്യങ്ങൾ ഇതും കൊണ്ട് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങളും കൂടി ഒന്ന് കണ്ടിരിക്കുക. ഇനി ഇൻ കേസ് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ അഡ്മിഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഒത്തിരി നമ്മുടെ ഫുഡിന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കാതെ കുറച്ച് പൈസ നമുക്കിതിൽ സേവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ സംഭവത്തിൻ്റെ വില എന്ന് പറയുന്നത് 2475 രൂപയാണ്. എങ്കിലും കുഴപ്പമില്ല. കാരണം ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇങ്ങനെ ഒരു ലോങ് ടേം ആയിട്ടൊക്കെ നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഇതെന്തുകൊണ്ടും ഉപകാരപ്പെടുന്ന ഒരു സംഭവമായിരിക്കും. ഇതിനിപ്പോൾ നമുക്കൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടും കൂട്ടാൻ കേട്ടോ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള സംഭവങ്ങൾ എന്നാന്ന് എനിക്കും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനെ നോക്കി വന്നപ്പോഴാണ് ഇവരുടെ മാനുവലുണ്ട്, വാറൻറ്റി കാർഡുണ്ട്, ഇഡലിത്തട്ട്. പക്ഷേ ഇഡലിത്തട്ട് എത്രമാത്രം എഫക്റ്റീവ് ആണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. കാരണം തീരെ ചെറിയ ഇഡലിത്തട്ട്, പിന്നെ ഇത്രയും ചെറിയൊരു പാത്രത്തിൽ നിന്ന് ഇതിലും വലിയ ഇഡലിത്തട്ട് പ്രതീക്ഷിക്കുക എന്നുള്ളത് ഒരു അഹങ്കാരമാണ്. പിന്നെ നമുക്കിപ്പം ഇൻസ്റ്റൻ്റായിട്ട് ഇഡലി മാവൊക്കെ കിട്ടുന്നതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഈ പരിപാടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ എനിക്ക് അതിലും ഇഷ്ടം തോന്നിയത് ഇത് കണ്ടോ, ഇതേപോലെ നമുക്ക് മുട്ടയും പഴമൊക്കെ പുഴുങ്ങിയെടുക്കാം, പച്ചക്കറിയൊക്കെ വേവിച്ച് വേണമെങ്കിൽ എടുക്കാം. എന്തിനധികം നമുക്ക് ഇതിൽ വെച്ച് ചായ പോലും ഉണ്ടാക്കിയെടുക്കാം. നമുക്കറിയാം ഒരു ചായക്ക് 10 രൂപയാണ്. ഒരു പാക്കറ്റ് പാലിന് 28 രൂപയേ വരുന്നുള്ളൂ. അപ്പോൾ ഒരു പാക്കറ്റ് പാല് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ചായ ഉണ്ടാക്കാൻ പറ്റും? നമ്മളിപ്പോൾ സാധാരണ ഒരു ചായയൊന്നും അല്ലല്ലോ കുടിക്കുന്നത്. കുറഞ്ഞത് ഒരു 3-4 ചായയെങ്കിലും ഒരു ദിവസം കുടിക്കുമല്ലോ. അതും ഒരാൾ ആയിരിക്കുമല്ലോ എപ്പോഴും ഹോസ്പിറ്റലിൽ നിൽക്കുന്നത്. കുറഞ്ഞത് ഒരു 2-3 പേരെങ്കിലും ഉണ്ടാവുമല്ലോ. ഒരു ചായ കുടിയിൽ തന്നെ നമുക്കടെ എത്ര രൂപയാണ് കയ്യിൽ നിന്ന് പോകുന്നത്. ഇതിപ്പോൾ ഒരു പ്രൊമോഷൻ വീഡിയോ എന്നൊന്നും കരുതണ്ട കേട്ടോ. അനുഭവത്തിൽ നിന്നൊരു കഥ പറഞ്ഞു എന്നേ ഉള്ളൂ. എങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ചായക്കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് അല്ലേ.